കൊളുന്തു നുള്ളുന്ന 12,000-ഓളം തൊഴിലാളികളുണ്ട് കണ്ണന്ദേവൻ ഹിൽസ് പ്ലാന്റേഷൻ കമ്പനിയിൽ. ഇവർ 280 ദിവസം പണിയെടുക്കുകയും ദിനേന 30 കിലോ കൊളുന്തു നുള്ളുകയും ചെയ്താൽ വർഷത്തിൽ 1,62,00,000 കിലോ കൊളുന്ത് ലഭിക്കും. ഭൂരിഭാഗം തൊഴിലാളികളും 365 ദിവസവും പണിയെടുക്കുന്നുവെന്നതിനാൽ കൂടുതൽ കൊളുന്ത് ലഭിക്കുന്നുമുണ്ട്. அப்படின்னு சொல்லும்போது இந்த கம்பெனி ஒரு வருடத்துக்கு குறைஞ்சது கவர்மெண்ட்டை ஒரு 1000 கோடி ரூபாய் ஏமாத்தும் அப்படின்றது மாத்திரம் எங்களுக்கு நல்லா தெரியுது. இதை எல்லாத்துக்கும் சொல்லி புரிய வைக்கிறதுக்கு தான் முயற்சி பண்ணிக்கிட்டு இருக்கோம். இதை கவர்மெண்ட் இந்த கம்பெனி அண்டர்டேக் பண்ணி நடத்தினா மக்களும் நல்லா இருப்பாங்க. இங்கே இருக்கிற மக்கள் எல்லாத்துக்குமே இது ஒரு நல்ல விஷயம். அப்படி இல்லை அப்படின்னா இருக்கிற தோட்ட தொழிலாளிகளுக்கு அவங்களுக்கு ஏற்றார் போல் எவ்வளவு ஷேர் கொடுத்துருக்காங்களோ ஷேர் பணத்துக்கு ஏற்றாப்புல 5 ஏக்கரோ 10 ஏക്കറോ பிரித்து കൊടുത്താൽ நல்லபடியாக ഗവൺമെന്റ് വരുമാനத்துக்கு പോരും. 11 തരം തേയിലയാണ് കണ്ണന്ദേവൻ വിൽക്കുന്നത്. കിലോയ്ക്ക് 12,500 രൂപ വിപണിയിലുള്ള വൈറ്റ് ടീയാണ് മുന്തി ഇനം. വർഷത്തിൽ 42 ലക്ഷം കിലോ വൈറ്റ് ടീ ഉൽപ്പാദിപ്പിക്കുന്നുവെന്ന് തൊഴിലാളികൾ പറയുന്നു. അതിൽ നിന്നുള്ള വരുമാനം മാത്രം 420 കോടി വരും. ഗ്രീൻ ടീ കിലോയ്ക്ക് 700 രൂപയാണ് വിപണി വില. ഇതിൽ നിന്നുള്ള വാർഷിക വരുമാനം 294 കോടി രൂപ. കടകളുടെയും കോട്ടേജുകളുടെയും വാടക ഇനത്തിൽ വലിയ വരുമാനം കണ്ണന്ദേവൻ കമ്പനിക്കുണ്ട്. സിനിമാ ചിത്രീകരണത്തിനും മറ്റും തോട്ടങ്ങൾ വിട്ടുകൊടുക്കുന്നതിലൂടെയും വരുമാനം കിട്ടുന്നു. ഇതൊന്നും കണക്കിലില്ല. ടീ മ്യൂസിയത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും കണക്കിൽ വരാറില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. മീഡിയ 1 ഇടുക്കി.